Hey everyone, welcome back to Dottings LinkedIn series. നമ്മൾ ആദ്യത്തെ സീരീസ് അനൗൺസ്മെൻറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ എങ്ങനെയാണ് ലിങ്ക്ഡിനിലെ അക്കൗണ്ട് ടൈപ്സ് എന്തൊക്കെയാണ് അതിൻ്റെ കംപ്ലീറ്റ് ഒരു ഓവർവ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് അല്ലെങ്കിൽ ഇനി മുതലുള്ള വീഡിയോസിൽ നമ്മൾ എങ്ങനെ ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ് ചെയ്യാം, എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ഫ്രം സ്ക്രാച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ എങ്ങനെ ഒരു പ്രോ ലെവലിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരാം, കൂടുതൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യാം, എന്താണ് കണക്ഷൻസ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളായിരിക്കും നമ്മളിതിന് മുമ്പോട്ട് പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ലിങ്ക്ഡിൻ എന്നുള്ളത് പ്രൊഫഷണൽ വൈസ് യൂസ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് പ്രോപ്പറായിട്ട് അടിപൊളിയായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഏറ്റവും സ്ക്രാച്ചിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലിങ്ക്ഡിൻ സീരീസ് #2. ഓക്കെ, ലിങ്ക്ഡിനിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ആക്ച്വലി വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് linkedin.com എന്നുള്ള വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ നിങ്ങൾ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, ലിങ്ക്ഡിൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ദെൻ ബേസിക് ആയിട്ട് നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലിങ്ക്ഡിൻ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. സോ ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കത് പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് സ്ക്രീനിലേക്ക് പോവാം. ആദ്യമായിട്ട് ഒരാൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാനറാണ് കാണുക. ബാനർ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ടോപ്പ് ഏരിയ ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന എന്തെങ്കിലും സർവീസ് ഹൈലൈറ്റ് ചെയ്യാം, നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സിംപ്ലി ഞാനിവിടെ കൊടുത്ത പോലെ ഒരു തോട്ട് കൊടുക്കാം. ഇങ്ങനെ ആളുകളെ അട്രാക്ട് ചെയ്യാനും ആളുകളായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ബാനർ സെറ്റ് ചെയ്യാം. ഈ ഒരു ബാനറിൻ്റെ സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലിങ്ക്ഡിൻ ബാനർ സൈസ് എന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ ഇതാണ് ലിങ്ക്ഡിൻ്റെ ബാനർ സൈസ്. ക്യാൻവ പോലുള്ള ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ബാനർ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ അതാണ് ഓവറോൾ ബാനർ. ഈ ഒരു പെൻ ഐക്കൺ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ബാനർ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ്, നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ആക്ച്വലി ഒരു ഹെഡ് ഷോട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങളുടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇഫ് നിങ്ങളൊരു ഡിസൈനറോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഫോട്ടോ ആണ്, അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ പേരിലേക്കാണ് പോകുന്നത്. ഷാദ് ദ ഹോം വർക്കർ മുഹമ്മദ് ടി. ആ ഒരു ഹോം വർക്കർ എന്നുള്ളത് ബ്രാക്കറ്റിലാണ്. സോ ഈ ഒരു പേരിൻ്റെ എഡിറ്റ് സെഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. എൻ്റെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അഡീഷണൽ നെയിം എന്നുള്ളൊരു സെഷനിലാണ് ഞാൻ ദ ഹോം വർക്കർ എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. അതിന് കാരണം വേറെ ഒന്നുമില്ല, ഇതിൻ്റെ ഒരു SEO പാർട്ടാണ്. അതായത് ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ദ ഹോം വർക്കർ എന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു പേര് അവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം മാത്രം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പേരിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെഡ്ലൈൻ പാർട്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ കാരണം, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ ടീം മെമ്പർ ആയിട്ടുള്ള ഫിദാനെ ഒന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏറ്റവും ആദ്യമുള്ള ഫൗണ്ടർ ഓഫ് ഹെലോ ഹവ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആളുകളെ അട്രാക്ട് ചെയ്യാനായിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ കണക്ഷൻസ് ഓർ സജഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു എന്താണ് ആളുടെ ഹെഡ്ലൈൻ എന്നുള്ളത് ക്ലിയർലി നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹെഡ്ലൈനിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ലാസ്റ്റിലേക്ക് പോവുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എൻ്റേത് കൊടുത്തിട്ടുള്ളത് ക്രാഫ്റ്റഡ് 1000+ വീഡിയോസ്, കോണ്ടൻറ്റ് ക്രിയേറ്റർ, എഡിറ്റർ / മാർക്കറ്റർ എന്നുള്ളതാണ്. സോ ഈ ഒരു കാര്യം കാണുന്ന സമയത്ത് ഞാനൊരു കോണ്ടൻറ്റ് ക്രിയേറ്ററാണ്, ഞാൻ ഇത്രയും വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പ്രൊഫൈൽ കാണുന്ന ആൾക്ക് എവിഡൻ്റ് ആണ്. ആൻഡ് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ഒരു കറൻറ്റ് പൊസിഷനൊക്കെ. അത് നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത പലരും ശ്രദ്ധിക്കാതെ പോകുന്ന പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ നെയിം കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്ന സെഷനിൽ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ എഡിറ്റ് കോൺടാക്ട് ഇൻഫോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ URL നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് യുവർ കസ്റ്റം URL എന്നുള്ളതുണ്ട്. ഈ ഒരു പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ യൂഷ്വലി നിങ്ങളുടെ പേരിൻ്റെ കൂടെ ഇപ്പുറത്ത് കുറച്ച് നമ്പേഴ്സും കൂടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്.
അത് ജസ്റ്റ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ബിക്കോസ് കുറച്ചും കൂടി സെർച്ച് ഫ്രണ്ട്ലി ആക്കാനായിട്ട് പറ്റും. ഇതൊരു കുറച്ചുകൂടി എന്താ പറയുക ഡീപ്പ് ഒപ്റ്റിമൈസേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ബാക്കോട്ട് തിരിച്ചു വേണമെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് പറ്റുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാം. സോ ഇത്രയാണ് ഈ ഒരു ടോപ്പ് സെഷനിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാം. ഇത് ഞാൻ വളരെ സ്ക്രാച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഏത് രീതിയിലുള്ള പ്രൊഫൈൽ പിക്ചർ യൂസ് ചെയ്യണം, എങ്ങനെയുള്ള ബാനർ യൂസ് ചെയ്യണം, ഏത് രീതിയിൽ നിങ്ങളുടെ ഹെഡ്ലൈൻ സെറ്റ് ചെയ്യണം. ഈ ഹെഡ്ലൈനിൽ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കീവേഡ്സ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ലൈക്ക് ഇപ്പോൾ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള കീവേഡ് ആ ഹെഡ്ലൈനിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് സെർച്ച് എഞ്ചിനിൽ ഒപ്റ്റിമൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സോ കീവേഡ്സ് ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ടോപ്പ് ആയിട്ടുള്ള ഏരിയ നിങ്ങൾ കറക്റ്റായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.